ഹിന്ദു മുസ്ലിം സാഹോദര്യത്തെക്കുറിച്ച് RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുയായികളെ തടയണമെന്ന് ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ നേതാവ് അസദുദ്ദീൻ ഒവൈസി. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരേ DNA ആണെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന അമേരിക്കയെയും ഗൾഫ് രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്താനുള്ള കാപട്യമാണ്. അത് ആത്മാർത്ഥമാണെങ്കിൽ മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അനുയായികളെ അദ്ദേഹം നിയന്ത്രിക്കാത്തതെന്താണ്? അദ്ദേഹത്തിന് അവരെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്ന് താൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ തന്നെ ഉത്തരവുകളാണ് നടപ്പാകുന്നത് എന്ന് ഒവൈസി എടുത്തു പറഞ്ഞു. എല്ലാ മസ്ജിദുകൾക്ക് കീഴിലും ശിവലിംഗം തിരയരുതെന്ന് മോഹൻ ഭാഗവത് പറയുമ്പോൾ പള്ളികളിൽ അവകാശവാദം ഉന്നയിച്ച് കേസ് ഫയൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അനുയായികളാണ്. ഹിന്ദുത്വ സംഘടന ഇന്ത്യയുടെ വൈവിധ്യത്തെ നശിപ്പിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ അനുരഞ്ജന പ്രസ്താവനകൾ നടത്തുന്നുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ സ്വന്തം ആളുകളാണ് ഈ മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവ തെറ്റാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ തടയാത്തത്? അവരെ തടയാൻ നിങ്ങൾ നിസ്സഹായരാണോ? അല്ല, അവർ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങളുടെ ഉത്തരവ് പ്രകാരമാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളുടെ സമ്മതത്തോടെയാണ് ഇത് സംഭവിക്കുന്നത്. എനിക്ക് RSSനെ നന്നായിട്ടറിയാം. അതിന്റെ പ്രത്യയശാസ്ത്രം എന്താണെന്നും നമുക്കറിയാം. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയും വൈവിധ്യവും നശിപ്പിച്ച് ഒരു മതാധിപത്യ രാജ്യം സൃഷ്ടിക്കാൻ RSS ആഗ്രഹിക്കുന്നു. ഹെഡ്ഗേവറും ഗോൾവാൾക്കറും ദേവറസും ഭഗവതും രഞ്ജുഭയും അടക്കം അവരുടെ നേതാക്കളെല്ലാം ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവരും നമ്മളും രണ്ട് ധ്രുവങ്ങളിലാണ്. എങ്ങനെ ഒന്നിക്കാൻ കഴിയും? RSS പ്രത്യയശാസ്ത്ര സൃഷ്ടിയാണ്. RSS ഒരിക്കലും അതിന്റെ പ്രത്യയശാസ്ത്രം ഉപേക്ഷിക്കില്ല എന്നും ഒവൈസി ചൂണ്ടിക്കാട്ടി. അതേസമയം കഴിഞ്ഞ ദിവസം വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ നയതന്ത്ര സംഘത്തിൽ അസദുദ്ദീൻ ഒവൈസിയെ ഉൾപ്പെടുത്തിയതിൽ പ്രതികരിച്ച് BJP MP നിഷികാന്ത് ദുബെ രംഗത്ത് വന്നിരുന്നു. മുസ്ലിം രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര സംഘത്തിൽ അസദുദ്ദീൻ ഒവൈസിയെ ഉൾപ്പെടുത്തിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെയാണ് കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റൈൻ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര സംഘങ്ങളുടെ പട്ടികയിലാണ് അസദുദ്ദീൻ ഒവൈസിയെയും കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത്. അതേസമയം സുപ്രധാന ദൗത്യമാണെന്നും തന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും ഒവൈസി വ്യക്തമാക്കിയിരുന്നു. താൻ ഉൾപ്പെട്ട സംഘത്തിന് അടുത്ത സുഹൃത്തായ ബൈജയന്ത് ജയ് പാണ്ഡെയാണ് നേതൃത്വം നൽകുന്നത്. UK, ഫ്രാൻസ്, ബെൽജിയം, ജർമ്മനി, ഇറ്റലി, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തുന്നത്.